സിജോ ജോൺ എന്ന യൂട്യൂബറുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞത് ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ മത്സരാർത്ഥിയായതു മുതലാണ്. വാക്കുതർക്കത്തിനിടെ പ്രകോപിതനായി അസീറോക്കി മുഖത്തിടിച്ചതോടെ വലിയൊരു അപകടമാണ് സിജോയ്ക്കുണ്ടായത്. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഓരോ പ്രശ്നങ്ങൾ സിജോയെ അലട്ടുന്നുണ്ട്. എന്നാൽ സിജോയുടെ പ്രകോപിപ്പിച്ചുകൊണ്ട് മാത്രമാണ് താൻ ഇടിച്ചതെന്ന് റോക്കി പറയുന്നത്. മാത്രമല്ല ഇത്രയും വലിയൊരു ദുരവസ്ഥ സിജോ കടന്നു പോകുന്നുണ്ടെന്നും ഒരിക്കൽ പോലും നേരിൽ ചെന്ന് കണ്ട് സിജോയോടും കുടുംബത്തോടും മാപ്പ് പറയാൻ അസീറോക്കി തയ്യാറായിട്ടില്ല. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ സിജോയോട് ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിച്ച് അസീറോക്കി വിമർശിച്ചെത്തിയിരിക്കുകയാണ് സീസൺ 6-ലെ മത്സരാർത്ഥി യൂട്യൂബറായ സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ. അസുഖം മറച്ചുവെച്ച് ഗെയിം കളിച്ച് സർവൈവ് ചെയ്ത സിജോ കാട്ടുതീയല്ല, കൊടുങ്കാറ്റാണെന്നാണ് സായി പറയുന്നത്. സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ച വീഡിയോയിൽ സംസാരിക്കുകയായിരുന്നു സായി കൃഷ്ണൻ. സിജോ എൻ്റെ ക്ലോസ് ഫ്രണ്ടും ബ്രദറുമാണിപ്പോൾ. അവനെ അടുത്തറിഞ്ഞപ്പോഴാണ് അവൻ്റെ വൈബ് മനസ്സിലായത്. പലരും ജാസ്മിൻ അടക്കമുള്ളവരെ ജേണിയെക്കുറിച്ച് പറഞ്ഞത് കേട്ടു. സിജോ മേജർ ഇൻസിഡൻ്റാണ് സീസണിൽ ഉണ്ടാക്കിയത്. അതിൽ നിന്നെല്ലാം സർവൈവ് ചെയ്ത് തിരിച്ചു വന്നു സിജോ രണ്ടാമത് ഹൗസിലേക്ക് വന്ന ശേഷം സിജോയുടെ ഗെയിം ഡൗൺ ആയെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാത്രമല്ല കാട്ടുതീ എന്ന് വിളിച്ച് കളിയാക്കുന്നതും കണ്ടിട്ടുണ്ട്. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അസീറോക്കിയുടെ ഒരു അഭിമുഖം വീഡിയോ കാണാൻ ഇടയായതുകൊണ്ടാണ്. റോക്കിയുടെ വേർഷനാണ് ആ അഭിമുഖത്തിൽ പറഞ്ഞത്. സിജോയോട് ചെയ്ത പ്രവൃത്തിയിൽ റോക്കി ന്യായീകരിക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നുന്നു. പറ്റിയെന്ന് തിരിച്ചറിഞ്ഞ് സിജോയെയും അവൻ്റെ ഫാമിലിയെയും റോക്കി വിളിച്ച് സോറി പറയണമായിരുന്നു. അല്ലാതെ പബ്ലിക് സ്റ്റണ്ടിന്റെ ഭാഗമായി സോറി പറയുകയല്ല വേണ്ടത്. റോക്കി സിജോയുടെ ലൈഫിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് വലുതാണ്. വെർബൽ എബിലിറ്റി വരെ കൂടുതലുള്ള വ്യക്തിയായിരുന്നു റോക്കിയായുള്ള പ്രശ്നത്തിനു മുമ്പ് സിജോ. പക്ഷേ താടിയലിന് പരിക്കേറ്റ ശേഷം സിജോയ്ക്ക് അധികം സംസാരിക്കാൻ പറ്റാതെയായി. ഭക്ഷണം പോലും നന്നായി കഴിക്കാൻ സിജോയ്ക്ക് ഹൗസിൽ ഇരുന്നപ്പോൾ പറ്റിയിരുന്നില്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ സിറിഞ്ച് ഉപയോഗിച്ച് ഫ്രഷ് ചെയ്യണം. ഓരോ ഫുഡ് കഴിക്കുമ്പോഴും ആവർത്തിക്കണം. ഇപ്പോഴും നിത്യജീവിതത്തിൽ സിജോ ഇത് തുടരുന്നുണ്ട്. പുറത്തു പോയി ഫുഡ് കഴിച്ചാലും അവസ്ഥ ഇത് തന്നെയാണ്. എപ്പോഴും സോഡയും സിറിഞ്ചും കയ്യിൽ കരുതണം. ആ വിഷമം അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്വേതമ്മ ഹൗസിൽ വന്നപ്പോൾ സിജോയുടെ അവസ്ഥ കണ്ടതാണ്. അത്രത്തോളം നീരുണ്ടായിരുന്നു മുഖത്ത്. കാരണം ഹോട്ടൽ ടാസ്കിൽ സിജോ ഒരുപാട് സംസാരിച്ചിരുന്നു. വായിൽ പഴുപ്പ് വന്ന് സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ കഴിയാതെ സിജോ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നന്നായി സംസാരിക്കേണ്ട ടാസ്ക് വന്നാൽ പോലും സിജോയ്ക്ക് അത്തരം പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഒന്നും സാധിച്ചിരുന്നില്ല. സിജോയുടെ ഗെയിം ഡൗണിലാണെന്ന് പറയുന്നവർ ഇതുകൂടി മനസ്സിലാക്കണം. ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും തൻ്റെ മാക്സിമം സിജോ ഹൗസിൽ ചെയ്തിട്ടുണ്ട്. ഇനിയും ചെന്നൈയിൽ പോയി സിജോ തുടർ ചികിത്സ ചെയ്യണം. ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധി ഉണ്ടായിട്ട് സിജോ പരാതി പറയാതെയാണ് ഗെയിം കളിച്ചത്. ഒഴിഞ്ഞുമാറി നടന്നിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സിജോ കാട്ടുതീയല്ല, കൊടുങ്കാറ്റാണ്. കാരണം ഞാനാണ് ആ അവസ്ഥയിലെങ്കിൽ സിജോ പോലെ തിരിച്ചു വന്നതുപോലെ കളിക്കാൻ എനിക്ക് പറ്റുമായിരുന്നില്ല. സിജോയ്ക്ക് ആ സംഭവത്തോടെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ന്യായീകരിക്കുന്നതിന് പകരം റോക്കി സിജോയോടും കുടുംബത്തോടും സോറി പറയുകയാണ് വേണ്ടതെന്ന് സായി കൃഷ്ണൻ പറയുന്നു.